Hello students. അടുത്തത് നമ്മൾ module 4 ആണ്. Module 4 ലെ ഫസ്റ്റ് ടോപ്പിക് സ്ട്രക്ചർ. What is mean by structure? എന്താണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്? It is a user defined data type. അപ്പോൾ നമുക്കറിയാം ഡാറ്റ ടൈപ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിൽ നമുക്ക് C++ൽ രണ്ട് ടൈപ്പ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഒന്ന് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പും ഒന്ന് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പുമാണ്. നമ്മുടെ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് നമുക്കറിയാം ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാരക്ടർ, സ്ട്രിങ് ഇതെല്ലാം നമുക്ക് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ്. അതേസമയത്ത് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. എന്താണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്? ഫോർ എക്സാമ്പിൾ നമ്മൾ അറേസ് പഠിച്ചായിരുന്നു. അറേസിൽ നമ്മൾ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. ഒരേ ടൈപ്പിലുള്ള കളക്ഷൻ ഓഫ് ഡേറ്റ. ഒരേ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റിജർ ആണെങ്കിൽ എല്ലാം ഇൻറ്റിജേഴ്സ് ആയിരിക്കും, ഫ്ലോട്ട് ആണെങ്കിൽ എല്ലാം ഫ്ലോട്ട് ആയിരിക്കും. അതുപോലെ സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേയാണ്, അത് ക്യാരക്ടേഴ്സ് ആണെല്ലാം. ഇവിടെ അതേസമയത്ത് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ ബട്ട് ഇറ്റ് ഈസ് ലോജിക്കലി റിലേറ്റഡ് വേരിയബിൾസ് ആണ്. അതായത് ഒരേ ഡേറ്റ ടൈപ്പ് വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഇവിടെ ഡേറ്റ് എന്നൊരു ടൈപ്പ് ഞാൻ കൊടുത്തു. സ്ട്രക്ചർ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അതിനകത്ത് ഇൻറ്റിജർ ടൈപ്പിലുള്ള ഡേ, മന്ത്, ഇയർ. ഈ ഒരു കേസിൽ എല്ലാം ഇൻറ്റിജേഴ്സാണ്. അതേസമയത്ത് ഇപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. സ്ട്രക്ചർ സ്റ്റുഡൻറ്റ്, ഇതിനകത്ത് റോൾ നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പാണ്. അതുപോലെ ക്ലാസ് എന്ന് പറയുന്നതും ഇൻറ്റിജർ ടൈപ്പാണ്. അതേസമയത്ത് മാർക്കും ഗ്രേഡും വേറെ ടൈപ്സാണ്. മാർക്ക് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ടൈപ്പാണ്, ഗ്രേഡ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. അപ്പം സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഒരു കോമൺ ഫീച്ചർ, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ റോൾ നമ്പർ വരും, ക്ലാസ് വരും, മാർക്ക് വരും, ഗ്രേഡ് വരും. ഇനി ചില കേസസിലാണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ്, സബ്ജക്ട്സിൻ്റെ സെപ്പറേറ്റ് മാർക്കുകൾ, ടോട്ടൽ മാർക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ളത്. കാരണം അത് ഒരു കുട്ടിയുടെ മാർക്കാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ബട്ട് ഇറ്റ് ക്യാൻ ബി ഓഫ് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ്. പല ഡേറ്റ ടൈപ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന എപ്പോഴും സ്ട്രക്റ്റ്, STRUCT എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഡെഫിനേഷൻ്റെ സിൻറ്റാക്സ് ആണിത്. സ്ട്രക്റ്റ് ടാഗ് നെയിം എന്ന് മീൻ ചെയ്യുന്നത് ആ ഡേറ്റ ടൈപ്പിൻ്റെ പേരാണ്. ഏത് ടൈപ്പ് എന്താണോ നമ്മൾ ആ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ ടൈപ്പിൻ്റെ പേരാണ്. ഇനി അതിനകത്ത് പല ഡേറ്റ ടൈപ്സും അതിൻ്റെ വേരിയബിൾ നെയിം. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ആ ഡേറ്റ ടൈപ്പിൻ്റെ പേരാണ്. പുതിയതായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റ ടൈപ്പിൻ്റെ പേരാണ് ഡേറ്റ്. അതിനകത്ത് വരുന്നത് ഇൻറ്റിജർ ടൈപ്പിലുള്ള ഡേ, മന്ത്, ഇയർ. അതാണ് ഞാനിങ്ങനെ വേരിയബിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഈ ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റ് ABC എന്നൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഡേറ്റ് എന്ന് പറയുന്നതാണല്ലോ എൻ്റെ ഡേറ്റ ടൈപ്പ്. ഡേറ്റ്, ബർത്ത്ഡേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേരിയബിൾ നെയിം. ഡേറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൻ്റെ വേരിയബിൾ നെയിമാണ് ബർത്ത്ഡേ, ജോയിൻ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിക്കോളും. ഇപ്പം ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചറിൻ്റെ ഡേറ്റ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നാമത്തെ രീതി ഇങ്ങനെയാണ്. അതായത് ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ്, ഒരു സ്ട്രക്ചർ ഞാൻ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം മെയിൻ ഫംഗ്ഷനകത്ത് വന്നിട്ട് ഞാൻ ഡേറ്റ്, ബർത്ത്ഡേ, ജോയിൻ ഡേ എന്ന് കൊടുത്തു. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സ്ട്രക്റ്റ് ഡേറ്റ് ഇൻറ്റ് DMY കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വേരിയബിൾ നെയിം കൊടുത്തതിന് ശേഷം സെമിക്കോളൻ കൊടുക്കുക. സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നിടത്ത് സെമിക്കോളൻ കൊടുത്തിരിക്കണം. അപ്പം ഇങ്ങനെയും നമുക്ക് സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഡിഫൈൻ ചെയ്യാം, അതല്ല ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വേരിയബിൾ നെയിം കൊടുത്തിട്ട് സെമിക്കോളൻ ക്ലോസ് ചെയ്താലും രണ്ടും സെയിം മെത്തേഡ് തന്നെയാണ്, രണ്ടും ശരിയായ രീതികൾ തന്നെയാണ്. ഓക്കെ, ഇത് മറ്റൊരു എക്സാമ്പിളാണ്. സ്റ്റുഡൻ്റ് എന്ന് പേരുള്ളൊരു മറ്റൊരു എക്സാമ്പിളാണ്. ഇനി നമ്മളിങ്ങനെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിനകത്തുള്ള വേരിയബിൾ നമ്മൾ ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നത് നോക്കിക്കോളൂ. S1 S2 എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി
ഈ റോൾ നമ്പർ എനിക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ S1 ഡോട്ട് റോൾ നമ്പർ എന്ന് കൊടുത്താൽ മതി. S1 ഡോട്ട് റോൾ നമ്പർ അല്ലെങ്കിൽ S1 ഡോട്ട് ഗ്രേഡ് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ഈ റോൾ നമ്പർ അല്ലെങ്കിൽ ഇതിനകത്തുള്ള സ്ട്രക്ചറിനകത്തുള്ള ഓരോ ഡേറ്റയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു മെത്തേഡ്. ഇനി ഇങ്ങനെയും നമുക്ക് ചെയ്യാം. STUD എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ ടൈപ്പിൻ്റെ പേരാണ്. ഡേറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു, ഇതിനകത്തുള്ള ഓരോ മെമ്പേഴ്സും നമുക്ക് നോക്കാം. ആദ്യത്തെ റോൾ നമ്പർ, പിന്നെ ക്ലാസ്, മാർക്ക്, ഗ്രേഡ്. സോ റോൾ നമ്പർ, ക്ലാസ്, മാർക്ക്, ഗ്രേഡ്. ഗ്രേഡ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് സിംഗിൾ കോഡ്സിനകത്ത് വേണം കൊടുക്കാനായിട്ട്. ഇങ്ങനെയും നമുക്ക് ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും S1 ഡോട്ട് റോൾ നമ്പർ എന്ന് ആയിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. സ്ട്രക്ചർ അസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. ഒരേ ടൈപ്പിലുള്ള ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം S1 S2 എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ ടൈപ്പ് തന്നെയാണ്. അതുകൊണ്ട് S1 ഈക്വൽ ടു S2 എന്ന് നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അടുത്തത് നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ്. നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചറിൻ്റെ പേര് യൂസ് ചെയ്യുന്നതിനാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കിത് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. സ്ട്രക്റ്റ് അഡ്രസ് ADDR എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഹൗസ് നമ്പർ വരുന്നുണ്ട്, ഏരിയ വരുന്നുണ്ട്, സിറ്റി വരുന്നുണ്ട്, സ്ട്രീറ്റ് വരുന്നുണ്ട്, പിൻ കോഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ADDR എന്ന് പറയുന്ന അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്ത് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. ഹൗസ് നമ്പർ, ഏരിയ, സിറ്റി, സ്ട്രീറ്റ്, പിൻ കോഡ്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ്. എംപ്ലോയിയുടെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. EMP എന്ന് പറയുന്ന എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് എംപ്ലോയി നമ്പർ, നെയിം, ഡെസിഗ്നേഷൻ, അവിടെ നമുക്ക് എംപ്ലോയിയുടെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ADDR എന്ന് പറയുന്ന പേരിലുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിപ്പം നമ്മുടെ ഒരു ഡേറ്റ ടൈപ്പാണ്, ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. ആ ഡേറ്റ ടൈപ്പിനെ ഞാൻ എംപ്ലോയിക്കകത്ത് യൂസ് ചെയ്യുകയാണ്. അപ്പം ADDR അഡ്രസ്. ഇനി ഫ്ലോട്ട് ബേസിക് എന്ന് പറയുന്നത് ചിലപ്പോൾ ബേസിക് പേ ആയിരിക്കാം. അപ്പം ഫ്ലോട്ട് ബേസിക്. ഇനി വർക്കർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേരിയബിൾ നെയിം ഓഫ് ദി ഡേറ്റ ടൈപ്പ് എംപ്ലോയി. EMP എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൻ്റെ വേരിയബിൾ നെയിമാണ് വർക്കർ. ഓക്കെ, അതിനകത്ത് ഞാൻ അഡ്രസ്സ് എന്ന് പറയുന്ന വേറൊരു സ്ട്രക്ചറും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ അഡ്രസ്സാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കത് പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിക്കോളും. ഞാൻ ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യിക്കുന്നുണ്ട്. ഇനി നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ നെസ്റ്റഡ് സ്ട്രക്ചറിനകത്ത് എംപ്ലോയിയുടെ അഡ്രസ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ അഡ്രസ്സിനകത്തുള്ള ഏതെങ്കിലും ഒരു ഇപ്പം പിൻ കോഡ് എനിക്ക് ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രീറ്റ് ആക്സസ് ചെയ്യണം. എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? നമ്മുടെ വേരിയബിൾ നെയിം വർക്കറാണ്. സോ വർക്കർ ഡോട്ട്, ഇനി അഡ്രസ്സിൻ്റെ നെയിം എന്താണ്? അഡ്രസ്, ADDRESS. സോ വർക്കർ ഡോട്ട് അഡ്രസ് ഡോട്ട്, ഇനി അഡ്രസ്സിനകത്ത് എന്താണ് എനിക്ക് ആക്സസ് ചെയ്യേണ്ടത്? സിറ്റി. സോ ഞാൻ ആ അഡ്രസ്സ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് എസ് വർക്കർ ഡോട്ട് അഡ്രസ് ഡോട്ട് സിറ്റി എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിറ്റി നെയിം എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ മറ്റൊരു പ്രോഗ്രാം ചെയ്യിക്കാം. ഈ ഒരു പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നോക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതേ ടൈപ്പിലുള്ള മറ്റൊരു എക്സാമ്പിൾ ഞാൻ ചെയ്യിക്കുന്നുണ്ട്. സ്ട്രക്ചർ ആൻഡ് അറേസ്. അതായത് സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അറേയുടെ എക്സാമ്പിൾ തന്നെയാണ്. കാരണം ക്യാരക്ടർ ടൈപ്പിലുള്ള ഏരിയ എന്ന് പറഞ്ഞ ഒരു അറേ, അതായത് സ്ട്രിങ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ എനിക്ക് ഇൻറ്റിജറിൻ്റെ അറേ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പിലുള്ള അറേസ് ഇത് സ്ട്രക്ചേഴ്സിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് സ്ട്രക്ചേഴ്സ് ആൻഡ് അറേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഈ എക്സാമ്പിൾ ശ്രദ്ധിക്കാം. പ്രോഗ്രാം ടു ആക്സെപ്റ്റ് ആൻഡ് പ്രിൻറ്റ് ടോട്ടൽ മാർക്ക് ഓഫ് എ സ്റ്റുഡൻറ്റ്
സ്റ്റുഡൻറ്റ് റോൾ നമ്പർ മാർക്സ് ഓഫ് 5 സബ്ജക്ട്സ് ഈസ് ഗിവൺ ഇൻ ദി സ്ട്രക്ചർ. അതായത് ഒരു കുട്ടിയുടെ റോൾ നമ്പറും നെയിമും 5 സബ്ജക്ട്സിൻ്റെ മാർക്കും എനിക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം റിസൾട്ടായിട്ട് എനിക്ക് കിട്ടേണ്ടത് റോൾ നമ്പർ പ്രിൻറ്റ് ചെയ്യണം, നെയിം പ്രിൻറ്റ് ചെയ്യണം, ടോട്ടൽ മാർക്ക് പ്രിൻറ്റ് ചെയ്യണം. ഇതാണ് പ്രോഗ്രാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അറേസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഒരു മിസ്റ്റേക്കാണ്, ഈ ഒരു പ്രോഗ്രാം മിസ്റ്റേക്കല്ല, ഇവിടെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ശരിക്കും. കാരണം നമ്മൾ പഠിക്കുന്ന അറേസ് ആയതുകൊണ്ട് തന്നെ സ്ട്രക്റ്റ് മാർക്ക് എന്ന് പറയുന്നതിനകത്ത് നമ്മളൊരു 5 എലമെൻറ്റ്സ് ഉള്ളൊരു അറേയാണ് ഞാൻ ഈ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമിൽ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ പഠിപ്പിക്കുന്ന പ്രോഗ്രാം പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് പ്രോഗ്രാം നോക്കാം. student.cpp എന്നൊരു പ്രോഗ്രാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അവിടെ സബ്ജക്റ്റ് 1 2 3 എന്ന് പറഞ്ഞ് ചെയ്തതിന് പകരം ഞാനൊരു അറേയാണ് യൂസ് ചെയ്യുന്നത്. നോക്കിക്കോളുക, സ്ട്രക്റ്റ് മാർക്ക് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്തു. മാർക്ക് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിനകത്ത് എന്താണുള്ളത്? 5 സബ്ജക്ട്സിൻ്റെ മാർക്കാണുള്ളത്. അത് ഞാൻ ഫ്ലോട്ടായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് STUD എന്ന് പറയുന്ന വേറൊരു ഡേറ്റ ടൈപ്പ് ഞാൻ ഡിഫൈൻ ചെയ്തു. അതിലെന്തൊക്കെയാണുള്ളത്? റോൾ നമ്പറിന് ഞാൻ റോൾ എന്ന് കൊടുത്തു, അത് ഇൻറ്റിജർ ടൈപ്പാണ്. നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ, അതായത് ഒരു സ്ട്രിങ് ആണ് നെയിം. മാർക്ക് എന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ നെസ്റ്റഡ് അറേയാണ് നെസ്റ്റഡ് സ്ട്രക്ചറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം മാർക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിനെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് മൈ നെസ്റ്റഡ് സ്ട്രക്ചർ. ഓക്കെ, ഇനി ആ എം എന്ന് പറയുന്നത് മാർക്കിൻ്റെ ഒരു വേരിയബിളാണ് എം എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താണ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത്? സ്റ്റുഡൻറ്റ് ഈസ് എ ഡേറ്റ ടൈപ്പ് ഓഫ് STUD എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൻ്റെ ഒരു വേരിയബിളാണ് സ്റ്റുഡൻറ്റ്. ഓക്കെ, സ്ട്രക്ചർ നെയിം എന്താണ്? STUD എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളാണ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പ്രോഗ്രാം നോക്കാം. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ ഞാൻ സ്റ്റുഡൻറ്റ് എഴുതാതിരിക്കുക, എന്നിട്ട് STUD സ്റ്റുഡൻറ്റ് ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേരിയബിൾ നെയിം ഒന്നുകിൽ ഇവിടെ കൊടുക്കാം, അതല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം ഒരു സ്ട്രക്ചറിന്. ഓക്കെ, ഇനി ക്ലിയർ സ്ക്രീൻ ഇൻറ്റ് I, അതൊരു കൗണ്ടിങ് വേരിയബിളായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായി. ഫ്ലോട്ട് സം, നമ്മുടെ മാർക്ക് ഞാൻ മാർക്സ് സബ്ജക്ട്സിൻ്റെ മാർക്ക് ഫ്ലോട്ടായിട്ട് കൊടുത്തതുകൊണ്ടാണ് ഞാനിവിടെ സമ്മും ഫ്ലോട്ടായിട്ട് കൊടുത്തത്. ഇനി സി ഔട്ട് എൻ്റർ ദി റോൾ നമ്പർ. ശ്രദ്ധിക്കുക, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ ഡേറ്റ ടൈപ്പ്. സോ റോൾ നമ്പർ എൻ്റർ ചെയ്യുമ്പം സ്റ്റുഡൻറ്റ് ഡോട്ട് റോൾ എന്നാണ് കൊടുക്കുന്നത്. കാരണം സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ ടൈപ്പിനകത്താണ് റോൾ കിടക്കുന്നത്. സോ എൻ്റർ ചെയ്യുമ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് ഡോട്ട് റോൾ എന്ന് കൊടുക്കും. അതുപോലെ നെയിം, എൻ്റർ ദിസ് നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ്. അത് സ്ട്രിങ് ആയതുകൊണ്ട് ഞാൻ ഗെറ്റസ് എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഗെറ്റസ് സ്റ്റുഡൻറ്റ് ഡോട്ട് നെയിം. അപ്പം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് വേരിയബിൾ നെയിമാണ്. അതിനകത്ത് നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ ഇങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, സ്റ്റുഡൻറ്റ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാണ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കറിയാം, നമുക്ക് 5 സബ്ജക്ട്സിൻ്റെ പേരാണ്, 5 സബ്ജക്ട്സിൻ്റെ മാർക്കാണ് എൻ്റർ ചെയ്യാനുള്ളത്. സോ ഞാനൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. ഫോർ I = 0, I less than 5, I++, എൻ്റർ മാർക്ക് ഓഫ് സബ്ജക്റ്റ് I+1. കാരണം നമുക്കറിയാം അറേക്കകത്ത് നമുക്ക് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ I+1 യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം സീൻ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു ലൈൻ. സ്റ്റുഡൻറ്റ് ഡോട്ട് എം ഡോട്ട് സബ്ജക്റ്റ് I. നമുക്കറിയാം ഇപ്പം ഫസ്റ്റ് സ്റ്റുഡൻറ്റ് 0th പൊസിഷനിലാണ് എൻ്റർ ചെയ്യേണ്ടത്. സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ നെയിമാണ് സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റിനകത്ത് എം എന്ന് പറയുന്നതാണ് മാർക്ക്. സോ സ്റ്റുഡൻറ്റിനകത്തുള്ള എമ്മിനെ ഞാൻ ആക്സസ് ചെയ്തു. ഇനി എമ്മിനകത്ത് ഏതാണുള്ളത്? എമ്മിനകത്തുള്ളത്
സബ്ജക്റ്റ് ഐ ആണ്. 5 സബ്ജക്ട്സ് നമുക്ക് എൻ്റർ ചെയ്യാം. സബ്ജക്റ്റ് ബ്രാക്കറ്റിൽ ഐ ആണ് ആക്സസ് ചെയ്യാനുള്ളത്. സോ അതെങ്ങനെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? സ്റ്റുഡൻറ്റ് ഡോട്ട് എം ഡോട്ട് സബ്ജക്റ്റ്. ഇത് നെസ്റ്റഡ് സ്ട്രക്ചറിനെ കോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നെസ്റ്റഡ് സ്ട്രക്ചറിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. സ്റ്റുഡൻറ്റ് ഡോട്ട് എം ഡോട്ട് സബ്ജക്റ്റ് ഇങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ സം എന്നൊരു വേരിയബിൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ പുതിയൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു ഫോർ ലൂപ്പിൽ തന്നെ എനിക്ക് സം ആഡ് ചെയ്ത് പോവാം. സം ഈക്വൽ ടു സം പ്ലസ് സ്റ്റുഡൻറ്റ് ഡോട്ട് എം ഡോട്ട് സബ്ജക്റ്റ്. ഇങ്ങനെ ഈ ഒരു ഫോർ ലൂപ്പിനകത്ത് തന്നെ അടുത്ത ലൈനായിട്ട് ഞാൻ ഇതങ്ങ് ചെയ്യുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പുതിയ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് സം ആഡ് ചെയ്തെടുക്കാം. ഏതായാലും കറക്റ്റ് തന്നെയാണ്. അങ്ങനെ സം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് എനിക്ക് സി ഔട്ട് ചെയ്യേണ്ടത്? റോൾ നമ്പർ കാണിക്കണം, നെയിം കാണിക്കണം. നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാൻ, സ്ട്രിങ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ യൂസ് ചെയ്ത ഫംഗ്ഷൻ ഗെറ്റസും സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്ത ഫംഗ്ഷൻ പുട്ടസുമാണ്. അതായത് സീനും സി ഔട്ടും യൂസ് ചെയ്യുന്നത് പോലെ സ്ട്രിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗെറ്റസും പുട്ടസുമാണ്. ഓക്കെ, അപ്പം സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഡിസ്പ്ലേ ചെയ്തു. അടുത്തതായിട്ട് ടോട്ടൽ മാർക്ക് ഞാൻ സമ്മിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സ്ട്രക്ചർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ് ഒരു വേരിയബിൾ, ഫ്ലോട്ടിംഗ് ടൈപ്പിലുള്ള ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് സം ഞാൻ ഡിസ്പ്ലേ ചെയ്തു. ഗെറ്റ് സി എച്ച്. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്തപ്പോൾ എറേഴ്സ് ഒന്നുമില്ല. റൺ ചെയ്യുകയാണ്. എൻ്റർ ദി റോൾ നമ്പർ 34. എൻ്റർ ദി നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ്, ശ്രീജിത്ത് എന്ന് കൊടുത്തു. എൻ്റർ മാർക്ക് ഓഫ് സബ്ജക്റ്റ് 1 67, സബ്ജക്റ്റ് 2 78, സബ്ജക്റ്റ് 3 65, സബ്ജക്റ്റ് 4 89, സബ്ജക്റ്റ് 5 78. Roll number 34, name Srijith, total mark for 5 subjects 377. ഓക്കെ, എല്ലാവർക്കും ആ പ്രോഗ്രാം ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ കമൻറ്റ് ചെയ്യുക. സ്ട്രക്ചറും ഇതിനകത്ത് ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഞാൻ സ്ട്രക്ചർ, നെസ്റ്റഡ് സ്ട്രക്ചർ, അറേ ഇൻ എ സ്ട്രക്ചർ, ഈ 3 കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇതൊരു നെസ്റ്റഡ് സ്ട്രക്ചറാണ്. ആ നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ നെയിം ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വേരിയബിൾ നെയിം സ്റ്റുഡൻ്റ് എന്നാണ്. വേരിയബിൾ നെയിം സ്റ്റുഡൻ്റ് എന്നാണ്. അതിനകത്ത് റോൾ നമ്പറുണ്ട്, നെയിമുണ്ട്, 5 സബ്ജക്ട്സിൻ്റെ ഒരു അറേയും ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റ പ്രോഗ്രാമിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ കമൻറ്റ് ചെയ്യുക.